1ഉം 5ഉം വയസ്സുള്ള 2 പിഞ്ചു മക്കൾ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അമ്മയ്ക്ക് നേരെ, അതായത് ഭാര്യയ്ക്ക് നേരെ ഭർത്താവിൻ്റെ ആക്രമണം, അതിനുശേഷം യുവാവിൻ്റെ ആത്മഹത്യ. കാസർഗോഡ് കുറ്റിക്കോലിലാണ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത്. കുറ്റിക്കോലിലെ ഓട്ടോ ഡ്രൈവർ സുരേഷാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. ഈ മുറി, അതായത് മക്കൾ ഉറങ്ങിക്കിടക്കുന്ന മുറി പുറത്തു നിന്നും പൂട്ടിയ ശേഷമാണ് സുരേഷ് ഭാര്യയെ ആക്രമിച്ചത്. ബേഡകം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ അനാഥരാകപ്പെട്ടത് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 1ഉം 5ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. എന്താണ് ആ വീട്ടിൽ, കുറ്റിക്കോലിലെ വീട്ടിൽ സംഭവിച്ചത്? അതെ ടോമേ, ഇന്ന് പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. അതായത് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ പയന്തങ്കാനത്തെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ പ്രവാസിയും ഇപ്പോൾ കുറ്റിക്കോൽ ടൗണിൽ ഓട്ടോ ഓടിക്കുകയും ചെയ്യുന്ന ആളാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത്. അതായത് ഇന്ന് പുലർച്ചെ 4:30 ഇദ്ദേഹം ഈ 2 മക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷം ഈ ഭാര്യയുടെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഈ സിനി എന്ന് പറയുന്ന ഈ സുരേന്ദ്രന്റെ ഭാര്യ കുതിരി ഓടുകയും പിന്നീട് തൊട്ട് അയൽ വീട്ടിലെത്തി ഈ കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഇവരെ ഉടൻ തന്നെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. കഴുത്തിനാണ് ഇവർക്ക് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുള്ളത്. പിന്നീട് ഈ നാട്ടുകാർ വീട്ടിലെത്തി ഇതിന്റെ മുറിക്കകത്ത് പരിശോധന നടത്തുമ്പോഴാണ് ഈ കോണിപ്പടിയുടെ ആ സൈഡിൽ ഈ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഏതായാലും ഇയാൾ അവിടെ നിന്ന് തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു. ഇതിൽ പോലീസ് പറയുന്നത് കുടുംബ വഴക്ക്, അതായത് കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സിനിയുടെ മൊഴി, വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയെടുക്കാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ഇവരുടെ മൊഴി കൂടുതലെടുത്താൽ മാത്രമേ ഇതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ പറ്റൂ. എന്തായാലും ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായിരിക്കുന്ന ഒരു സംഭവം ആണ്, അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് കാസർഗോഡ് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊട്ടടുത്ത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത്. സമാനമല്ല, അതൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയും 2 മക്കളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ ആസിഡ് കഴിച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും അതിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല. ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമേ അതിൽ പുറത്തു വരുന്നുള്ളൂ. പക്ഷെ അതിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം കുടുംബത്തിലെ പല വീടുകളിലും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും മക്കളുടെ മുന്നിലിട്ട് പോലും അവരുടെ അമ്മയെ ക്രൂരമായി ആക്രമിക്കുന്ന, കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഇത് നേരിട്ട് കാണേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏറെ വേദന തോന്നുന്നത്. ബൈജു, ഈ സുരേഷും ഭാര്യ സിനിയും തമ്മിൽ ഇങ്ങനെ പതിവായി, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇതിനു മുൻപ് ഏതെങ്കിലും ഇതിലുള്ള ആക്രമണം ഭാര്യയ്ക്ക് നേരെ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതാണോ? ഇദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. ഓട്ടോ ഡ്രൈവറാണ്. ഇദ്ദേഹം മുൻ പ്രവാസിയാണ്. ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഒരു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്ക് അത്ര വിവരങ്ങളില്ല. നാട്ടുകാർ അത്തരത്തിൽ പറയുന്നില്ല. ഒരു പക്ഷെ വളരെ നിസ്സാരമായ കാരണങ്ങളായിരിക്കാം ഇത്തരത്തിൽ പല ആത്മഹത്യാ സംഭവങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിസ്സാരമായ പ്രശ്നം ഒരു പക്ഷേ മൂന്നാമതൊരാളോട് അല്ലെങ്കിൽ ഒരു പുറത്തൊരാളോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ ശ്രമിക്കാതെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത അത് വർദ്ധിച്ചു വരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ഇയാളെ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം അത് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഭാര്യയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ക്രൂരമായി ഇത്തരത്തിൽ കഴുത്തിന് തന്നെയാണ് കുത്തുന്ന സാഹചര്യം, കത്തിയെടുത്ത് വെട്ടുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ പരിക്കാണ് ഇവർക്കുള്ളത്. ഇവർ ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും. ഉടൻ തന്നെ അയൽവാസികൾ എത്തുകയും അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാനായി. മാത്രമല്ല, ഇത് പുലർച്ചെയാണ്, 4:30 ആ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വീട്ടിനകത്ത് വെച്ച് ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് പുറത്തറിയില്ലായിരുന്നു, ഈ ഭാര്യ കൂടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഈ മക്കളെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 മക്കളുടെയും മുറി പുറത്തുനിന്നും പൂട്ടി, അതിനുശേഷം ഭാര്യയെ ഇത്തരത്തിൽ ആക്രമിച്ച് ഇയാൾ ജീവനെടുക്കുകയായിരുന്നു. ഒരു പക്ഷേ ഭാര്യ മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് കരുതിയായിരിക്കും ഇദ്ദേഹം ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഭാര്യയുടെ മൊഴി കൂടുതൽ വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് പോലീസ് ശ്രമിക്കുകയാണ്. ഇവരെ
ഇവരെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെങ്കളയിലെ ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് കെ ബി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.